പണ്ടുകാലം മുതലേ ബാംഗ്ലൂരിലെ ഏറ്റവും ഫാഷനബിളായ ഏരിയ ജയനഗർ ആയിരുന്നു. ഇപ്പോഴും മനോഹരമായ ഒരു ആകർഷണീയത ജയനഗർ പ്രദേശത്തിനുണ്ട്. കൂടുതൽ മരങ്ങളുള്ളതും കൂടുതൽ സമാധാനമായി ജീവിക്കാൻ പറ്റുന്നതുമായ ഒരു പ്രദേശമായി ജയനഗർ അറിയപ്പെടുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും IAS ഓഫീസർമാരും വൻകിട ബിസിനസ്സുകാരും ജയനഗറിൽ തന്നെ താമസിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. മറ്റ് ബാംഗ്ലൂർ ഏരിയകളെ അപേക്ഷിച്ച് ഇവിടെ ട്രാഫിക് കുരുക്കോ അതുപോലെയുള്ള ഗതാഗത പ്രശ്നങ്ങളോ ഇല്ല. റോഡിൻ്റെ രണ്ട് വശവും ധാരാളമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സ്ഥലസൗകര്യവും ജയനഗറിലുണ്ട്. അതുകൊണ്ടാണ് ജയനഗർ ബാംഗ്ലൂരിലെ ഏറ്റവും മികച്ച റെസിഡൻഷ്യൽ ലൊക്കാലിറ്റിയായി ഇപ്പോഴും അറിയപ്പെടുന്നത്. ജയനഗറിലെ 4th ബ്ലോക്കാണ് കൂടുതൽ മികച്ച ഏരിയയായി കണക്കാക്കപ്പെടുന്നത്. ജയനഗറിൻ്റെ വടക്ക് ഭാഗത്ത് ലാൽബാഗ് ഗാർഡൻസ് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ പൂന്തോട്ടമാണ്. ടൂറിസ്റ്റുകൾ കൂടുതലായി സന്ദർശിക്കുന്ന പാർക്കും ലാൽബാഗ് ഗാർഡൻസ് തന്നെയാണ്. ഗാർഡൻ്റെ ഉള്ളിൽ ധാരാളം ലഘുഭക്ഷണശാലകളുമുണ്ട്. പ്രത്യേകിച്ചും ഉപ്പിലിട്ട മാങ്ങയും കൈതച്ചക്കയും പാനിപൂരിയും പോലെയുള്ള വിഭവങ്ങളാണ് ലാൽബാഗ് ഗാർഡൻ്റെ ഉള്ളിൽ ലഭിക്കുന്നത്. ലാൽബാഗ് തടാകത്തിന് ചുറ്റും ഒരു പെരിമീറ്റർ വാക്കിംഗ് ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും എക്സർസൈസ് ചെയ്യാൻ വരുന്നവർക്ക് ടിക്കറ്റ് എടുക്കാതെ അകത്ത് കയറാൻ അനുവാദം ലഭിക്കാറുണ്ട്. മറ്റു സമയങ്ങളിൽ ടൂറിസ്റ്റുകൾ 30 രൂപ ടിക്കറ്റ് എടുക്കേണ്ടി വരും. ലാൽബാഗ് ഗാർഡന് 4 ഗേറ്റുകളുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗേറ്റാണ് കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. അതിന് കാരണം ഇവിടെയാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. 31ാമത്തെ ക്രോസിലെ ജുമാ മസ്ജിദ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പള്ളിയാണ്. കന്നഡയിലും ഉറുദുവിലും ഇംഗ്ലീഷിലും ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് ധാരാളം ബെഞ്ചുകൾ ഇടുകയും പ്രാർത്ഥന കഴിഞ്ഞാലും പള്ളിക്കുള്ളിൽ ആളുകൾക്ക് ഇരിക്കുവാനുള്ള സൗകര്യം ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്തായി മുസ്ലിം ചെറുപ്പക്കാർ പള്ളിയിൽ വരുന്നതിന് പകരം റെസ്റ്റോറൻറ്റുകളിലും കോഫി ഷോപ്പുകളിലും കറങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. കേരളത്തിലും ഈ പ്രവണത കാണാനുള്ളത് കൊണ്ട് പള്ളിയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി പള്ളി കോമ്പൗണ്ടിനുള്ളിൽ ഇരിപ്പിടങ്ങളും കോഫി ഷോപ്പുകളും ചെറിയ കടകളും ഉണ്ടാക്കുന്നത് നല്ലതാണ്. ബിസിനസ് സ്ഥാപനങ്ങളെപ്പോലെ തന്നെ സ്പിരിച്വൽ സ്ഥാപനങ്ങളും സ്വയം മാർക്കറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും. ജയനഗർ ജുമാ മസ്ജിദിന് 2 ഗേറ്റുകളുണ്ട്. അതിൽ ഒരെണ്ണം വെള്ളിയാഴ്ച മാത്രമേ തുറക്കുകയുള്ളൂ. തൊട്ടടുത്ത് തന്നെ MES സ്കൂൾ പോലെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാണാൻ പറ്റും. ധാരാളം പാർക്കുകളുള്ള ഒരു ലേഔട്ടാണ് ജയനഗർ. നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പാർക്കുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ചില പാർക്കുകളിൽ ഇരുന്നാൽ മെട്രോ സ്റ്റേഷനിൽ ആളുകൾ വരുന്നതും പോകുന്നതും കാണുവാനും പറ്റും. മികച്ച റെസ്റ്റോറൻറ്റുകൾ ഉള്ളതുകൊണ്ട് ജയനഗർ ഒരു ഡൈനിങ് ലൊക്കാലിറ്റിയായി അറിയപ്പെടുന്നു. അരോമ ഓഫ് ബിരിയാണി എന്ന റെസ്റ്റോറൻറ്റ് 4ാമത്തെ ബ്ലോക്കിലാണ്. മഞ്ഞ ഇൻറ്റീരിയറുകളും നല്ല ഫർണിച്ചറുമുള്ള ഈ റെസ്റ്റോറൻറ്റിൽ 200 രൂപയ്ക്ക് ഹൈദരാബാദി ബിരിയാണിയും 430 രൂപയ്ക്ക് ജാക്ക് ഫ്രൂട്ട് ബിരിയാണിയും നൽകുന്നു. സർജാപൂർ റോഡിലും കോരമംഗലയിലും HSR ലേഔട്ടിലും അരോമ ഓഫ് ബിരിയാണിക്ക് ബ്രാഞ്ചുകളുണ്ട്. അതുപോലെ ബെൽ ഡോർസ് കഫേ ആൻഡ് ബേക്കറി മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു റെസ്റ്റോറൻ്റാണ്. 4ാമത്തെ ബ്ലോക്കിൽ 10th മെയിൻ റോഡിലാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ സ്ഥാനം. നൂഡിൽസും സാൻഡ്വിച്ചസും ജെലാറ്റോസും കോഫിയുമാണ് ഇവിടെ ലഭിക്കുന്നത്. രാവിലെ 3 മണി വരെ ഈ കട തുറന്നിരിക്കുന്നുണ്ട്. മികച്ച ഇൻറ്റീരിയർ ഡെക്കറേഷൻ കൊണ്ട് ബെൽ ഡോർസ് റെസ്റ്റോറൻറ്റ് പേരെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. My name is Mali Rawal. So can you see this ambience with good looking cafe? Nice. Yeah, so this is designed by me. So actually this theme based a pink color which is more like what do you call as like more aesthetic. I think I hope you guys should visit her once. Yes. I hope you enjoy it. അതുപോലെ നമ്മൊരു ഡണ്ണേ ബിരിയാണി 5ാമത്തെ മെയിൻ റോഡിൽ 9ാമത്തെ ക്രോസിലാണ്. ജയമഹൽ എക്സ്റ്റൻഷൻ എന്നാണ് ഈ പ്രദേശത്ത് അറിയപ്പെടുന്നത്. ചിക്കൻ ബിരിയാണി 130 രൂപക്കും ചപ്പാത്തി ചിക്കൻ അതേ റേറ്റിലും കൊടുക്കുന്നു. ഗാർഡൻ സീറ്റിംഗ് സൗകര്യവും ഇവിടെയുണ്ട്. അതുപോലെ മേഘന ഫുഡ്സ് ആന്ധ്ര ശൈലിയിലുള്ള ഹൈദരാബാദി ബിരിയാണി കൊടുക്കുന്നു. 33ാമത്തെ ക്രോസ് റോഡിലാണ്. കഫേ കോഫിയുടെ അടുത്താണ് മേഘന ഫുഡ്സിൻ്റെ ലൊക്കേഷൻ. അതുപോലെ കരുവേപ്പില റെസ്റ്റോറൻറ്റ്, കറി ലീവ്സ് റെസ്റ്റോറൻറ്റ് 36ാമത്തെ ക്രോസ് റോഡിലാണ്. 9th ബ്ലോക്ക് അറിയപ്പെടുന്ന ഒരു സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻ്റാണ് കറി ലീവ്സ് റെസ്റ്റോറൻറ്റ്. അതുപോലെ ഫിറങ്കി ഫലൂദ അറിയപ്പെടുന്ന ഒരു ജ്യൂസ് ജോയിൻ്റാണ്. 7ാമത്തെ മെയിനിൽ 7ാമത്തെ ക്രോസിലാണ്. ചെറിയ ലളിതമായ ഒരു ഹാങ് ഔട്ടായി ഫിറങ്കി ഫലൂദ അറിയപ്പെടുന്നു. മികച്ച ഫലൂദകളും ഡെസേർട്ടുകളും വാഫിൾസും ഇവിടെ ലഭിക്കുന്നു. അതുപോലെ ചിക്കമംഗളൂർ എസ്റ്റേറ്റ് കോഫി ധാരാളം ചെറുപ്പക്കാരെ ആകർഷിക്കുന്നു. ഒരു കപ്പ് കാപ്പിക്ക് 30 രൂപയാണ്. സിംഗിൾ എസ്റ്റേറ്റ് കോഫി സിഗ്നേച്ചർ ബ്ലെൻഡ് എന്നാണ് ഇവിടുത്തെ കാപ്പിയുടെ പ്രത്യേകത. ഒരു വലിയ ആൾക്കൂട്ടം എപ്പോഴും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് കാണാം.
അതുപോലെ കഫേ കോഫി ഡേ 4th ബ്ലോക്കിൽ ഒരു വലിയ ഹാൾ, നല്ലപോലെ ആംബിയൻസ് ഉള്ള ഡെക്കറേഷൻ ചെയ്ത റെസ്റ്റോറൻ്റ് ആണ്. ചെറുപ്പക്കാരുടെ ഇഷ്ടപ്പെട്ട ഒരു ഹാങ് ഔട്ടാണ് കഫേ കോഫി ഡേ 4th ബ്ലോക്ക്. അതുപോലെ ശ്രീ വാസവി ചാറ്റ്സ് 50 രൂപയ്ക്ക് മഷ്റൂം ബിരിയാണിയും 40 രൂപയ്ക്ക് മഷ്റൂം ഫ്രൈയും കൊടുക്കുന്നു. അതുപോലെ പോലീസ് സ്റ്റേഷന് സമീപം 4ാമത്തെ ബ്ലോക്കിൽ 6ാമത്തെ സി മെയിൻ റോഡ് ഒരു ചായ് സ്ട്രീറ്റായി അറിയപ്പെടുന്നു. ചായ് തലാബും ചായ് കടിയാസും അതുപോലെ മറ്റനവധി ചായക്കടകളും ഇവിടെയുണ്ട്. എപ്പോൾ നോക്കിയാലും ഈ തെരുവിൽ ചായയും പലഹാരങ്ങളും കഴിക്കുന്ന ആളുകളുടെ തിരക്കാണ്. അതുപോലെ അനന്താസ് റെസ്റ്റോറൻറ്റ് ബേസ്മെൻറ്റിൽ ചാട്ട് വിഭവങ്ങളും ഗ്രൗണ്ട് ഫ്ലോറിൽ എക്സ്പ്രസ് കസ്റ്റമേഴ്സിനുള്ള സൗകര്യങ്ങളും ഫസ്റ്റ് ഫ്ലോറിൽ കുറെ കൂടി സുഖകരമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യവും 2ാമത്തെയും 3ാമത്തെയും നിലയിൽ ബാങ്കറ്റ് ഹാളുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇഷ്ട വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് രാവിലെ 7 മണിക്ക് തുറക്കുകയും ഉച്ചയ്ക്ക് 3:30 മണിയോടെ അടക്കുകയും ചെയ്യും. പിന്നീട് 3 മണിക്കൂർ തുടർച്ചയായ ക്ലീനിംഗ് ആണ്. വൈകിട്ട് 6:30 വീണ്ടും തുറന്ന് രാത്രി 10:30 കച്ചവടം അവസാനിപ്പിക്കുന്നു. ജയനഗറിലെ റെസ്റ്റോറൻറ്റുകൾ സന്ദർശിക്കുവാൻ താല്പര്യമുള്ളവർക്ക് മെട്രോ വഴി വരുവാൻ എളുപ്പമുണ്ട്. KR മാർക്കറ്റ് മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞാൽ നാഷണൽ കോളേജും ലാൽബാഗ് സ്റ്റേഷനും സൗത്ത് എൻഡ് സർക്കിളും ജയനഗര സ്റ്റേഷനും രാഷ്ട്രീയ വിദ്യാലയ സ്റ്റേഷനുമാണ്. ഈ മെട്രോ സ്റ്റേഷനുകളിൽ നിന്നെല്ലാം ജയനഗറിലെ റെസ്റ്റോറൻറ്റുകളിൽ എത്തിച്ചേരാൻ പറ്റും. ജയനഗർ ലൊക്കാലിറ്റിയെ 10 ബ്ലോക്കുകളായി തിരിച്ചിട്ടുള്ളതിൽ 3ാമത്തെയും 4ാമത്തെയും ബ്ലോക്കുകൾ കൊമേഴ്സ്യൽ ബ്ലോക്കുകളായി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ റെസിഡൻഷ്യൽ ബ്ലോക്കുകളാണ്. എങ്കിലും എല്ലാ ഏരിയകളിലും കടകളും റെസ്റ്റോറൻറ്റുകളുമുണ്ട്. തൊട്ടടുത്ത പ്രദേശങ്ങളാണ് ബസവൻകുടിയും JP നഗറും വിൽസൺ ഗാർഡനും ബനാശങ്കരിയും BTM ലേഔട്ട്. DNA ബാംഗ്ലൂർ എന്ന ന്യൂസ് പേപ്പർ നടത്തിയ ഒരു സർവേയിൽ ബാംഗ്ലൂരിൽ ഏറ്റവും ജീവിക്കാൻ കൊള്ളാവുന്ന സ്ഥലമായി ജയനഗറിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോഴും പഴയ ബാംഗ്ലൂരിൻ്റെ സൗന്ദര്യവും പ്രശാന്തിയും കാത്തുസൂക്ഷിക്കുവാൻ ജയനഗറിന് സാധിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ നഗരത്തിൽ ആദ്യമായി പ്ലാൻഡായി ഉണ്ടാക്കിയ നെയ്ബർഹുഡ് ജയനഗറാണ്. ആദ്യമായി ജയനഗർ ഉണ്ടാക്കിയപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ലേഔട്ടായി അറിയപ്പെട്ടിരുന്നു. ബാംഗ്ലൂരിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള അതിർത്തിയായി ജയനഗറിനെ പണ്ടുകാലത്ത് കണക്കാക്കിയിരുന്നു. അതുകൊണ്ടാണ് സൗത്ത് എൻഡ് സർക്കിൾ എന്ന 6 റോഡുകൾ മീറ്റ് ചെയ്യുന്ന സ്ഥലം അശോക സ്തംഭം കൊണ്ട് അടയാളപ്പെടുത്തിയത്. എങ്കിലും ഇപ്പോൾ ജയനഗറിന് തെക്ക് ഭാഗത്തേക്ക് ധാരാളം വികസനം നഗരത്തിനുണ്ടായതുകൊണ്ട് ജയനഗർ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ലൊക്കാലിറ്റിയായി അറിയപ്പെടുന്നില്ല. എങ്കിലും സൗത്ത് ബാംഗ്ലൂർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജയനഗർ തന്നെയാണ്. ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ ജയനഗറിൽ താമസിക്കുന്നുണ്ട്. അറിയപ്പെടുന്ന അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജയനഗറിലുണ്ട്. നാഷണൽ കോളേജും രാഷ്ട്രീയ വിദ്യാലയവും വിജയ കോളേജും ജയനഗറിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അറിയപ്പെടുന്ന ആശുപത്രികളും ജയനഗറിലുണ്ട്. ശ്രീ ജയദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോവാസ്കുലർ സയൻസസ് ആൻഡ് റിസർച്ച് എന്ന ഹൃദയരോഗ ആശുപത്രി ഇവിടെയാണുള്ളത്. അതുപോലെ ജയനഗർ ജനറൽ ഹോസ്പിറ്റലും മണിപ്പാൽ ഹോസ്പിറ്റലും അപ്പോളോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഇവിടെയുണ്ട്.